നമ്മുടെ ഫേസിലെ ചുള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ചുള്ളിലൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 days കണ്ടിന്യൂസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഓയിൽ നന്നായിട്ട് കട്ട പിടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു 4-5 സ്പൂൺ എടുത്താൽ മതി കേട്ടോ കോക്കനട്ട് ഓയിൽ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിക്കകത്തിട്ട് അരച്ച് കൊണ്ടുവരണം. അപ്പം ഞാൻ അരച്ചിട്ട് വരാം. അപ്പം ഞാൻ ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാൻ എടുക്കുക. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. ഞാൻ 1/2 സ്പൂൺ കോഫി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റുന്നിടം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് ഒരു ഓറഞ്ച് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ഞാനിത് ഇതേപോലത്തെ ഒരു അരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതനുസരിച്ച് നമ്മൾ ക്യാരറ്റിൻ്റെ എമൗണ്ടും കൂടെ കൂട്ടിയെടുക്കണമെന്ന് മാത്രം. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട്. അപ്പം ഞാൻ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ ഓയിലാണ് എടുക്കുന്നത്. ബാക്കിയുള്ള ഓയിൽ നമുക്ക് ഒന്നെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ ഫേസിലാണെങ്കിലും ഓയിൽ മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകൾ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. അല്ലെങ്കിൽ വാഷ് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് നമുക്ക് 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.